ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവർക്കും ആശ്വാസകരമായ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ ബാങ്കുകൾ ഈടാക്കുന്ന പിഴ ഒഴിവാക്കാൻ പാർലമെന്ററി പെറ്റീഷൻസ് കമ്മിറ്റി ശുപാർശ നൽകി. മലയാളിയായ തിരുവനന്തപുരം സ്വദേശി പരമേശ്വരൻ കൃഷ്ണയ്യരുടെ ഇടപെടലാണ് ഈ സുപ്രധാന തീരുമാനത്തിന് പിന്നിൽ. ബംഗളൂരുവിൽ ബാംബു പെക്കർ എന്ന സ്ഥാപനം നടത്തുന്ന പരമേശ്വരൻ കൃഷ്ണയ്യർ തന്റെ തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നത് ബാങ്ക് മുഖേനയാണ്. കൂടുതലും ഗോത്രവിഭാഗത്തിൽ നിന്നുള്ളവരാണ് തൊഴിലാളികൾ. ബാങ്കുകൾ മിനിമം ബാലൻസ് നിർബന്ധമാക്കിയതോടെ ഇവരുടെ ജീവിതക്രമവും തെറ്റി. പരാതിയുമായി ജീവനക്കാർ നേരിട്ടെത്തിയതോടെയാണ് പരമേശ്വരൻ കൃഷ്ണയ്യർ കളത്തിലിറങ്ങുന്നത്. ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരാൾ വന്ന് ഞങ്ങളോട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 വർഷത്തിനകത്ത് ഒരു 4-5 പ്രാവശ്യം ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. അത് പല പ്രാവശ്യം അവർ ഞങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാതെ വരുമ്പോഴേ ഞങ്ങൾ അവരുടെ റോങ് അക്കൗണ്ടിലോട്ട് കാശ് പോകുന്നു. അങ്ങനെയുള്ള പല ഇഷ്യൂസും വന്നപ്പോൾ ഈ അവരുടെ സാലറിയെ ശരിക്കും ബാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 10,000-12,000 ശമ്പളം കിട്ടുമ്പോൾ 2,000-3,000 ഒക്കെ ഇത് മിനിമം ബാലൻസ് ഒക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് വരുന്ന സാഹചര്യങ്ങൾ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. കത്ത് പരിഗണിച്ച പാർലമെന്ററി പെറ്റീഷൻസ് കമ്മിറ്റി 15 അംഗ എംപിമാരുടെ സമിതിക്ക് രൂപം നൽകി. ധനമന്ത്രാലയത്തിൽ നിന്നും വിവിധ ബാങ്കുകളിൽ നിന്നും വിവരം തേടി. വിശദമായ പഠനത്തിനൊടുവിൽ ബാങ്കുകൾ നടത്തുന്നത് അനധികൃത കൊള്ളയാണെന്ന തിരിച്ചറിവുണ്ടായി. ഇതോടെ സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസിന്റെ പേരിൽ പിഴ ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കാൻ സമിതി നിർദ്ദേശം നൽകി. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കംപ്ലൈന്റ് ചെയ്യും, ആ കംപ്ലൈന്റ് പ്രോപ്പർ ആയിരിക്കില്ല, 2 കൊടുക്കേണ്ട ഇടത്തായിരിക്കില്ല കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ സാധനത്തിന് ഞാൻ പോയി കരഞ്ഞിട്ട് ബ്രാഞ്ചിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു കാലത്ത് ഒരിടത്തും പോകാനും പോകുന്നില്ല, ഒരു ഡിസിഷൻ ഉണ്ടാകാനും പോകുന്നില്ല. ഇപ്പം ബ്രാഞ്ചിലുള്ള പല മാനേജേഴ്സ് പോലും മെസ്സേജ് അയക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തന്നെ വളരെ സങ്കടമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. പലരും വന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ സങ്കടം. പക്ഷേ ഞങ്ങൾക്കൊരു റോളില്ല. അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്കൊരു റോളില്ല. പെറ്റീഷൻസ് കമ്മിറ്റിയുടെ ഇടപെടലോടെ 6 ബാങ്കുകളാണ് പിഴ ഈടാക്കുന്ന നടപടി അവസാനിപ്പിച്ചത്. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, കനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളാണ് പിഴ ഒഴിവാക്കിയത്. മറ്റ് സ്വകാര്യ ബാങ്കുകളും പിഴ ഒഴിവാക്കുന്ന നടപടി സ്വീകരിക്കാനിരിക്കുകയാണ്. 2024-25 മാത്രം 4,817 കോടി രൂപയാണ് പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ പിഴ ഇനത്തിൽ ഈടാക്കിയത്. 5 വർഷത്തിനിടെ കേരളത്തിൽ നിന്ന് മാത്രം 232 കോടി രൂപയാണ് പൊതുമേഖലാ ബാങ്കുകൾ പിഴയായി ഈടാക്കിയത്. ഇതേ കാലയളവിൽ സ്വകാര്യ ബാങ്കുകൾ ഈടാക്കിയ കണക്ക് ലഭ്യമല്ല. ഉത്തരവ് പിന്തുടർന്ന് കൂടുതൽ ബാങ്കുകൾ പിഴ ഈടാക്കുന്ന നടപടി ഒഴിവാക്കാൻ ഒരുങ്ങുകയാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.